السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ സുദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഏവർക്കും എൻ്റെ പേരിലും കൂർക്കഞ്ചേരി മഹല്ല് പരിപാലന സമിതിയുടെ പേരിലും സ്നേഹം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അഅയാദക്കും ബിത്തക്ബീർ. പെരുന്നാളുകളെ നിങ്ങൾ തക്ബീർ കൊണ്ട് അലങ്കരിക്കണം. പെരുന്നാൾ സുദിനത്തിൻ്റെ അലങ്കാരമാണ് തക്ബീർ എന്നുള്ളത്. തക്ബീർ ചെല്ലാൻ നാം മടി കാണിക്കരുത്, വിമുഖത കാണിക്കരുത്. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ രൂപത്തിൽ എങ്ങനെയാണ് നമ്മിലേക്ക് തക്ബീർ എത്തിച്ചേർന്നത്? മഹാനായ ഖുർത്തുബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലമ്മാ ദബഹഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കേട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, നിലത്ത് കിടക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനമാണ്, വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അറുത്തുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ മൂന്ന് പേരുടെയും ഈ തക്ബീറിൻ്റെ രൂപമാണ് നമുക്ക് തക്ബീറായിട്ട് പഠിപ്പിക്കപ്പെട്ടത്. ഇത് പെരുന്നാൾ സുദിനത്തിൽ നാം ധാരാളമായിട്ട് ചൊല്ലണം. അത് പെരുന്നാളിനുള്ള അലങ്കാരമാണ്, മാത്രമല്ല നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണവുമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു അത്തക്ബീർ, നിങ്ങൾ തക്ബീറിനെ അധികരിപ്പിക്കണം. മിൻ ലൈലത്തിൽ ഈദ് ഇലാ ആഖിരി അയ്യാമിത് തശ്രീഖ്, പെരുന്നാളിൻ്റെ രാവ് മുതൽ അയ്യാമുത് തശ്രീഖിൻ്റെ അവസാന ഭാഗം വരെ നിങ്ങൾ തക്ബീർ ചൊല്ലണം. ഖൽഫസ് സ്വലാത്തി, പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ഫഇന്നഹു യഹ്ദിമു ദുനൂബ ഹദ്മാ, അങ്ങനെ നിങ്ങൾ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഫഇന്നഹു യഹ്ദിമു ദുനൂബ, അത് ദോഷങ്ങളെ തകർത്ത് കളയും. അങ്ങനെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ദോഷങ്ങളെ തകർത്ത് കളയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതാണെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതായ ബലിപെരുന്നാൾ സുദിനത്തിലും നാം ചൊല്ലേണ്ടത്, അതുപോലെ തന്നെ അയ്യാമുത്ത് തശ്രീഖിൻ്റെ സമയങ്ങളിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലാൻ നാം ശ്രമിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിക്റാണ്, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബലിപെരുന്നാൾ സുദിനത്തിൽ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ അതിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഹജ്ജിനും ഉംറക്കുമായിട്ട് പോയിട്ടുള്ളവർക്കെല്ലാം സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ അമാലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.